പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് നിർമ്മാണം തടസ്സപ്പെട്ട ദേവാലയം 15 വർഷത്തിനു ശേഷം പുനർനിർമ്മിക്കാനൊരുങ്ങി ഇന്തോനേഷ്യയിലെ കത്തോലിക്ക രൂപത. വെസ്റ്റ് ബെന്തൂങ് റീജൻസിയിലെ പതലരാങ് ഉപജില്ലയിലുള്ള സെന്റ് ബെനഡിക്ട് ദേവാലയത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ബിഷപ്പ് അന്റോണിയസ് സുബിയാൻഡോ ബെഞ്ചമിൻ തറക്കല്ലിടീലിന് നേതൃത്വം നൽകി. പ്രദേശത്തെ 4000-ഓളം വരുന്ന കത്തോലിക്കർക്ക് ഈ ദേവാലയം ഉപയോഗിക്കാൻ കഴിയും. നിലവിൽ പ്രാദേശിക ക്രൈസ്തവർ ദൈവാരാധനയ്ക്കായി പൊതുസ്ഥലങ്ങളും മുനിസിപ്പൽ ഹാളുകളുമാണ് ഉപയോഗിച്ചിരുന്നത്. 2009 ദേവാലയം നിർമ്മിക്കാൻ അനുമതി തേടിയെങ്കിലും പ്രദേശത്തെ മുസ്ലിങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അനുമതി നിഷേധിക്കപ്പെടുകയായിരുന്നു. സർക്കാർ ചട്ടമനുസരിച്ച് ആരാധനാലയത്തിന് നിർമ്മാണാനുമതി ലഭിക്കുന്നതിന് പ്രദേശവാസികളുടെ രേഖാമൂലമുള്ള സമ്മതം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മിക്ക പ്രദേശങ്ങളിലും ഭൂരിപക്ഷമുള്ള മുസ്ലിം ഗ്രൂപ്പുകൾ പലപ്പോഴും ദേവാലയങ്ങളുടെ നിർമ്മാണത്തെ എതിർക്കുകയാണ് പതിവ്. എന്നാൽ 15 വർഷമായി പ്രദേശവാസികളുമായുള്ള നിരന്തര സമ്പർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നതെന്ന് നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 97.29% മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള പ്രവിശ്യയാണ് പശ്ചിമ ജാവ. 83,476 മുസ്ലിം പള്ളികളും മുസ്ലിം പ്രാർത്ഥനാ മുറികളും 406 പ്രൊട്ടസ്റ്റന്റ് പള്ളികളും 77 കത്തോലിക്ക ദേവാലയങ്ങളുമാണ് നിലവിൽ ഇവിടെയുള്ളത്. അനുമതി ലഭിക്കാതെ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒട്ടേറെ ദേവാലയങ്ങൾ ഇപ്പോഴുമുണ്ടെന്ന് സഭാവൃത്തങ്ങൾ പറയുന്നു.